നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 11ാം നാളും വിഫലം. നീണ്ടകരയിൽ നിന്നും കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും കാണാതായവരുടെ വീടുകൾ സന്ദർശിച്ച മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും അബ്ദുൾ ഗഫൂറും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കാണാതായ ജോണിന്റെ മകൾ തന്നെ വിമർശിച്ചതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ ബഹളത്തിൽ സ്തംഭിച്ച പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളമെന്നാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. FCRA ബിൽ JPCക്ക് വിടാമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളി പ്രതിപക്ഷം. പോലീസ് നടപടിയിലും വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും അമിത്ഷാ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജാർഖണ്ഡ് പരീക്ഷാ ക്രമക്കേടിൽ രാജിവെച്ച PSC ചെയർമാൻ L ഖിയാങ്ഡെ അറസ്റ്റിൽ. നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിന്റെ ലാത്തിച്ചാർജ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിന് ജാമ്യം നൽകിയത് തിരുവനന്തപുരം ACJM കോടതി. കലാപാഹ്വാനത്തിനുൾപ്പെടെ വകുപ്പുകൾ. വീഡിയോ നീക്കാൻ ആവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്ത് നൽകി. ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്തും. 23 കേസുകളിൽ പ്രതിയായ അർജുൻ കൊടും കുറ്റവാളിയെന്ന് പോലീസ്. CBSE തായ്ക്കൊണ്ട സൗത്ത് സോൺ മത്സരത്തിൽ പങ്കെടുത്ത +2 വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതര പരുക്ക്. തലച്ചോറിന് പരിക്കേറ്റത് തൃശൂർ പെരുമ്പലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലാലിന്. കുട്ടി ചികിത്സയിൽ. പരിക്കേറ്റത് ഓഗസ്റ്റ് 3 മഹാരാഷ്ട്ര ചന്ദ്രപൂർ വെച്ച് നടന്ന മത്സരത്തിൽ എതിർ മത്സരാർത്ഥി നിയമങ്ങൾ പാലിക്കാതെ മർദ്ദിച്ചെന്ന് കുട്ടിയുടെ കുടുംബം CBSE ചെയർമാന് പരാതി നൽകി. കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു കുടുംബത്തിനും ഇത്തരമൊരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ലെന്നും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും ഒരു കാലത്ത് നടക്കാത്ത വിധത്തിലുള്ള തിരച്ചിലാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി സഹായം കുടുംബത്തിന് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ 31 കൊല്ലം നീണ്ടകരയിൽ കടലിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഗൗതം കൃഷ്ണയെ കാണാതാകുന്നത്. ഗൗതം കൃഷ്ണയുടെ അച്ഛനും മുത്തച്ഛനും ഈ അപകടത്തിൽ മരിച്ചിരുന്നു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ തന്നെ വിമർശിച്ചതിൽ ഒരു തെറ്റും കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അവരുടെ വികാരം ഉൾക്കൊള്ളുന്നു. കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും. സർക്കാരിനും ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമാണ്. ഭരണകൂടത്തിന്റെ തലവൻ മുഖ്യമന്ത്രി ആയതിനാലാണ് വിമർശനം ഉയരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നായിരുന്നു വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകൾ ആവശ്യപ്പെട്ടത്. കുടുംബത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് ഈ കുടുംബത്തിൽ ഉണ്ടായത്. 3 പേരെയാണ്, 2 പേരെ നഷ്ടപ്പെട്ടു, ഒരാളെ കാണാതായി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയില്ല. കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാലത്തും നടത്താത്ത രീതിയിലാണ് ആള് നഷ്ടപ്പെട്ടിട്ടും ഇത്രയും ദിവസമായിട്ട് തിരച്ചിൽ നടത്തുന്നത്. ചില പ്രതികൂലമായ കാലാവസ്ഥയുടെ സമയത്ത് മാത്രമാണ് നടക്കാറുള്ളത്. അല്ലാതെ എല്ലാ ദിവസങ്ങളും ഡോണിയർ വിമാനം ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഉള്ള പരമാവധി സ്കൂബ ഡൈവിംഗ് സംവിധാനം ഉപയോഗിച്ചും ഒക്കെ നടത്തുകയാണ്. കാരണം വിഴിഞ്ഞത്തും ഒരാൾ, മുതലപ്പൊഴിയിലും ഇവിടെയും ഒരാൾ നഷ്ടപ്പെട്ടു. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. ചെയ്യാൻ കഴിയാവുന്നത്, ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി സഹായം ഈ കുടുംബത്തെ സഹായിക്കും. ചെയ്യാൻ പറ്റില്ല, അവർ പൊക്കോട്ടെ, ഇത് സംഭവിക്കും, കടലിൽ പോയാൽ അങ്ങനെ വിടാൻ പറ്റില്ല. നമുക്ക് അവരെ സംരക്ഷിക്കണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും മത്സ്യത്തൊഴിലാളികളെ കാണാതായ വീടുകൾ സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂറും സർക്കാർ ഒപ്പമെന്നും കാണാതായവർക്കായി തിരച്ചിൽ ഊർജിതമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കുകയും അപകടം പറ്റിയാൽ ഗോൾഡൻ അവറിലെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുമെന്നും ഫിഷറീസ് മന്ത്രി ഉറപ്പു നൽകി.
മത്സ്യത്തൊഴിലാളികളെ കാണാതായി 10 ദിവസം പിന്നിട്ടിട്ടും ഫിഷറീസ് മന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് ഇന്ന് വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും മന്ത്രിമാരുടെ സന്ദർശനം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിച്ചത്. ആദ്യമെത്തിയത് വിഴിഞ്ഞത്ത് കാണാതായ പുല്ലുവിള സ്വദേശി ജോൺ മത്യാസിന്റെ വീട്ടിലായിരുന്നു. അരമണിക്കൂറിലധികം വീട്ടുകാരുമായി സംസാരിച്ച് അവരുടെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും വേണ്ട പരിഹാരം ഉടനടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായാൽ ആദ്യത്തെ ഗോൾഡൻ അവറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴും ഏകോപിപ്പിക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നും രക്ഷാദൗത്യത്തിന് കൃത്യമായ പ്രോട്ടോകോൾ ഇല്ല എന്നതുമാണ് ജോണിന്റെ മകൾ ജിജി ആദ്യമേ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെയും മന്ത്രിമാർ നേരിട്ട് കേട്ടറിഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ തടയാൻ വേണ്ടി ഫിഷറീസ് വകുപ്പ് തന്നെ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. ഇനിയൊരു അപകടം ഇതുപോലെ ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായ പരിഹാരമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഗോൾഡൻ അവറിൽ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത്. മുതലപ്പുഴയുടെ വിഷയവുമായി സംബന്ധിച്ച് ഡ്രഡ്ജിങ്ങിന് ഗവൺമെന്റ് ഓർഡർ ജിയോ ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കും. അവർക്കതിന്റെ കാര്യഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തും. SOP 2 ആഴ്ചക്കുള്ളിൽ നിലവിൽ വരും. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും അതൊക്കെ ഓൾറെഡി അവരുടെ ഇപ്പം അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം എത്രയും വേഗം പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് നമുക്ക് അഷ്യൂറിറ്റി തന്നിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത്. വിഴിഞ്ഞത്ത് നിന്ന് നേരെ മുതലപ്പുഴയിലെത്തിയ മന്ത്രിമാർ ദുരിതമേഖലകൾ സന്ദർശിച്ചു. കടലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഷിജിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഒരു ശാശ്വത പരിഹാരവും രക്ഷാദൌത്യത്തിന് വേണ്ട കാര്യക്ഷമമായ ഇടപെടലും തന്നെയാണ് നാട്ടുകാർ ഉന്നയിച്ചത്. അതേസമയം കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ വീട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. രാജേഷിന്റെ കുടുംബം അനാഥമാകാൻ പാടില്ലെന്നും മുൻകാലത്തേക്കാൾ കൂടുതൽ സഹായം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട്ടിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശനം നടത്തി. ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹായത്തിന് എന്തിനാണ് ഒരു രാഷ്ട്രീയ നേതാവിനോട് മന്ത്രി സഹായം അഭ്യർത്ഥിച്ചതെന്നറിയില്ല. അബദ്ധങ്ങൾ തിരുത്തി കണ്ടെത്താനുള്ളവരെ വേഗത്തിൽ കണ്ടെത്തണമെന്നും ജോണിന്റെ കുടുംബം ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതുപോലുള്ള അവരിനു വേണ്ടിയുള്ള ജീവത്യാഗത്തിൽ സംസ്ഥാനം സ്വീകരിച്ച മാതൃകകൾ പിന്തുടരാൻ സർക്കാർ തയ്യാറാകണം. അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും നല്ലതാണ്. ഇപ്പോൾ അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ വെച്ചാൽ രാജേഷിൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എടുക്കേണ്ടി വന്ന കടങ്ങളുണ്ട്. 1-2 ബാങ്കിൽ ആ കടം ഡ്യൂ ആയി കിടക്കുന്നുണ്ട്. അത് തിരിച്ചടക്കുന്നതിനുള്ള സഹായം സർക്കാർ ചെയ്യേണ്ടതാണ്. CJP സമരത്തിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ഇരുസഭയും നിരവധി തവണ തടസ്സപ്പെട്ടു. പോലീസ് നടപടിയിൽ മാത്രമല്ല വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങൾക്കും അമിത്ഷാ മറുപടി നൽകുമെന്ന് അറിയിച്ചെന്നും പ്രതിപക്ഷം ബഹളം അവസാനിപ്പിക്കണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അമിത്ഷാ പാർലമെന്റിൽ വരാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ബഹളത്തിനിടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. ലോക്സഭയും രാജ്യസഭയും ആരംഭിച്ചപ്പോൾ തന്നെ അമിത്ഷാ ഇവിടെ എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ചു. ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ അമിത്ഷാ പാർലമെന്റിൽ മറുപടി നൽകുമെന്നും പക്ഷേ സമരത്തിലെ പോലീസ് നടപടിയിൽ മാത്രമല്ല വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യുമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു.
ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയെന്നും പ്രതിപക്ഷം ബഹളമുണ്ടാക്കി സഭ തടസ്സപ്പെടുത്തരുതെന്നും കിരൺ റിജ്ജു ആവശ്യപ്പെട്ടു. സർക്കാർ पूरा छात्र का मामले को लेकर के चर्चा के लिए तैयार है और स्टेटमेंट ही नहीं, छात्र का मामला को लेकर के पूरा चर्चा के लिए तैयार है और पूरा जवाब देने के लिए तैयार है. സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി മറുപടി നൽകണമെന്നാണ് ആവശ്യമെന്നും എന്തുകൊണ്ടാണ് അമിത്ഷാ പാർലമെന്റിനകത്ത് വരാത്തതെന്നും പ്രതിപക്ഷം ചോദിച്ചു. लोकसभा में और राज्यसभा में एक ही डिमांड है कि अमित शाह जी सदन में आना चाहिए और अपनी बात रखना चाहिए. പ്രതിപക്ഷ ബഹളത്തിനിടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായ്ക്ക് പകരം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയാണ് ബിൽ അവതരിപ്പിച്ചത്. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും സഭയിൽ അവതരിപ്പിച്ചു. നികുതി നിയമ ഭേദഗതി ബിൽ രാജ്യസഭ ചർച്ച ചെയ്ത് പാസാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഖനന നിയമ ഭേദഗതി ബില്ലിനെതിരെ NK പ്രേമചന്ദ്രൻ MP അപൂർവമായ ധാതുസമ്പത്ത് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നൽകാനുള്ള നീക്കമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഖനന ഭൂമിയിൽ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം പൂർണ്ണമായും എടുത്തു കളയുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക്സഭയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ഖനമന്ത്രി അവതരിപ്പിച്ച പുതിയ ഖനന നിയമ ഭേദഗതി ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് മിനറൽ കണ്ടന്റുള്ള മുഴുവൻ ലാൻഡും കേന്ദ്ര ഗവൺമെന്റിന് അധികാരപ്പെട്ടതാണ്. യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സിന്മേൽ, അതായത് ഭൂമിയിലും ഭൂമിയിന്മേലുള്ള കെട്ടിടങ്ങളിലും മേലുള്ള അധികാരം, നിയമനിർമ്മാണാധികാരവും അതുപോലെ അവിടെ ഖനനം നടത്തിയാൽ റോയൽറ്റി അവകാശപ്പെടാനും ഫീസ് ഏർപ്പെടുത്താനും ലെവി ഏർപ്പെടുത്താനുമുള്ള അവകാശവും അനുവാദവും സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കെ ആ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിലേക്ക് മാറ്റുന്ന നിയമ ഭേദഗതിയാണ്. വളരെ ബുദ്ധിപരമായി കൗശലത്തോടുകൂടി സഭാ നടപടികൾ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രക്ഷുബ്ധമായിട്ട് സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ആ നിയമനിർമ്മാണവുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ജാർഖണ്ഡ് പരീക്ഷാ ക്രമക്കേടിൽ രാജിവെച്ച PSC ചെയർമാൻ L. ഖിയാങ്ഡെ അറസ്റ്റിൽ. നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ ആരംഭിച്ച സമരത്തിന്റെ 17ാം ദിവസത്തിലാണ് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത മാർച്ച് നടന്നത്. പരീക്ഷാ ക്രമക്കേടുകളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. സർക്കാർ ജോലിക്കായുള്ള പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെയാണ് ജാർഖണ്ഡിൽ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ജന്തർ മന്തർ മോഡൽ സമരം ആരംഭിച്ചത്. റാഞ്ചിയിൽ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന നിയമസഭാ മാർച്ച് നടന്നു. പഴയ നിയമസഭാ മന്ദിരത്തിന് സമീപവും പുതിയ നിയമസഭയിലേക്കുള്ള വഴിയിലെയും ബാരിക്കേഡുകൾ മറികടന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തിച്ചാർജും പ്രയോഗിച്ചു. ദേശീയ പതാകയും പൂക്കളും കൈകളിലേന്തിയായിരുന്നു പ്രതിഷേധം. कि आज जो है सो ये आंदोलन ऐतिहासिक आंदोलन होने जा रही है. आप शाम तक देखिएगा, धीरे धीरे ये भीड़ और बढ़ती जाएगी. राज्य सरकार से अपील है कि आपको अविलंब छात्रों के मुद्दों पर गंभीर होते हुए आज ही कुछ फैसला सुनाना पड़ेगा. പരീക്ഷാ ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആരോപണങ്ങൾ ഉയർന്ന പരീക്ഷകൾ റദ്ദാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. PSC അംഗങ്ങൾ രാജിവെച്ചെങ്കിലും ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP പ്രവർത്തകർ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിലെ CJP സമരവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം നടത്തി അറസ്റ്റിലായ TG മോഹൻദാസിന് ജാമ്യം അനുവദിച്ച് കോടതി. ഉപാധികളോടെയാണ് ജാമ്യം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാകണം. സമാനമായ കുറ്റങ്ങളിൽ അകപ്പെടരുതെന്നും അടുത്ത 3 ദിവസം അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഉപാധിയുണ്ട്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്നലെ കൊച്ചിയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത TG മോഹൻദാസിനെ ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്തും. 23 കേസുകളിൽ പ്രതിയായ അർജുൻ നായങ്കി കൊടും കുറ്റവാളിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഭരണ സംവിധാനങ്ങളെയും നിയമവാഴ്ചകളെയും വെല്ലുവിളിച്ച പ്രതിയെ പഴുതടച്ച അന്വേഷണത്തിലൂടെ പൂട്ടാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതിക്ക് സംരക്ഷണമൊരുക്കുകയും സഹായങ്ങൾ ചെയ്തവരെയും
കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റു കേസുകളിലും അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാൻ കണ്ണൂർ DIG K കാർത്തിക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം അർജുന്റെ കണ്ണൂർ കപ്പക്കടവിലെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. മുഖ്യമന്ത്രി VD സതീശൻ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഉച്ചയോടെ കൊല്ലം അമൃതപുരിയിലെത്തിയ മുഖ്യമന്ത്രിയെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിനിമാർ ചേർന്ന് സ്വീകരിച്ചു. അമ്മയെ നേരിട്ട് കണ്ട് ഏറെ നേരം അമ്മയ്ക്കൊപ്പം മുഖ്യമന്ത്രി ചിലവഴിച്ചു. തുടർന്ന് ആശ്രമത്തിലെ ആതിഥ്യം സ്വീകരിച്ച ശേഷം കൊല്ലത്തെ മറ്റു പൊതുപരിപാടികളിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി അമൃതപുരിയിൽ നിന്നും മടങ്ങി. കാസർഗോഡ് വിവാദമായ സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ BJPയുടെ പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കുമ്പള ഗവൺമെന്റ് സ്കൂളിൽ പരിപാടി എത്തിയപ്പോഴാണ് BJP പ്രവർത്തകർ സ്കൂളിന് മുൻവശം ഉപരോധിച്ച് പ്രതിഷേധിച്ചവരെ കുമ്പള പോലീസ് നീക്കിയെങ്കിലും സ്ഥലത്ത് വനിതാ പോലീസ് ഇല്ലാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. കാസർകോട്ടെ സ്വാതന്ത്ര്യദിന ക്വിസ് വിവാദത്തിൽ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ BJP ജില്ലാ നേതൃത്വം വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി. പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കുമ്പള GHSൽ എത്തിയ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിച്ചായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. സ്വാതന്ത്ര്യദിന ക്വിസിൽ VD സവർക്കറുടെ പേര് വന്നതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ താൽപര്യം മാനിച്ചാണ് അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തതെന്ന് BJP നേതൃത്വം ആരോപിച്ചു. VD സവർക്കറെ പിന്തുണച്ചുള്ള മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. മുസ്ലിം ലീഗിന്റെ വർഗീയത്വം അതേപോലെ കോൺഗ്രസ് പിന്തുണക്കുന്ന സർക്കാരിന് ധിക്കാരായിരിക്കുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ ജില്ലയുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഒരു മാസ്റ്ററിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്ത എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവിടെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി BJP വിടുവില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിപാടി നടക്കവേ BJP പ്രവർത്തകർ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നത് തടയാൻ മതിയായ പോലീസ് സേന സ്ഥലത്തുണ്ടായിരുന്നില്ല. പ്രതിഷേധിച്ച വനിതാ നേതാക്കളെ വനിതാ പോലീസ് ഇല്ലാതെ പിടിച്ചുമാറ്റിയതും ഏറെ നേരം സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി. മന്ത്രിക്കെതിരെ നടന്ന BJP യുവമോർച്ച പ്രതിഷേധം കുമ്പള പോലീസ് സ്റ്റേഷനിലേക്കും നീണ്ടു. അരമണിക്കൂറിലേറെ നീണ്ട പ്രതിഷേധങ്ങൾക്ക് ശേഷം പോലീസ് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നീക്കം ചെയ്ത പ്രവർത്തകരെ വിട്ടയച്ചു. അമൃത ന്യൂസ് കാസർഗോഡ്. കാസർഗോഡ് സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രതിഷേധാർഹമെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. സവർക്കറെ മോശക്കാരനായി ചിത്രീകരിക്കാനുള്ള സംഘടിത നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായി വർഷങ്ങളോളം സെല്ലുലാർ ജയിൽ വാസം അനുഭവിച്ച സവർക്കറെ ഇന്ദിരാഗാന്ധിയും EMSും വരെ അംഗീകരിച്ചിരുന്നതായും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. വന്ദേമാതരത്തെ എതിർക്കുന്നത് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുമ്പള സബ് ജില്ലയിൽ ഉൾപ്പെടുന്ന ശ്രീ ഗുരുപ്രസാദ് എന്ന ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഷന് പറയുന്ന കാരണം സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം നടത്താൻ വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയ കൂട്ടത്തിൽ ഏറ്റവും കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നൊരു ചോദ്യം ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. വീര സവർക്കറെ കുറിച്ച് അദ്ദേഹത്തിന്റെ സംഭാവനകൾ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം നടത്തിയ ധീരമായ പോരാട്ടത്തെ തമസ്കരിച്ചുകൊണ്ട് ഈ ചോദ്യപേപ്പറിൽ വീര സവർക്കറെ കുറിച്ചുള്ള ചോദ്യം അങ്ങേയറ്റം
പ്രതിഷേധാർഹമാണ് എന്ന തരത്തിലുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഏതായാലും ഈ ഒരു വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ദിരാഗാന്ധി വീര സവർക്കറുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാമ്പ്, തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. EMS ഉൾപ്പെടെയുള്ള ആളുകൾ, സോഷ്യലിസ്റ്റ് പാർട്ടിയെ നയിച്ചിരുന്ന ആളുകൾ, ഇവരെല്ലാവരും അംഗീകരിച്ച മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വീര സവർക്കർ. കാസർകോട്ടെ വിവാദമായ സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിന് മുൻവശം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞുവെങ്കിലും SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പ്രവേശിച്ചു. പ്രവർത്തകർ കളക്ടറേറ്റിൽ കടന്നത് ഏറെ നേരം സംഘർഷത്തിന് ഇടയാക്കി. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ കോമ്പൗണ്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടയിൽ SFI പ്രവർത്തകരുടെ മറ്റൊരു സംഘം കളക്ടറേറ്റിലെ മറ്റൊരു ഗേറ്റിലൂടെ അകത്ത് പ്രവേശിച്ചതും ഏറെ നേരം സംഘർഷത്തിന് വഴി തുറന്നു. സ്വാതന്ത്ര്യദിന ക്വിസിലെ VD സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ SFI മാർച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം ബിപിൻ രാജ് പായം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് വിദ്യാഭ്യാസ കലണ്ടറിൽ ഉൾപ്പെടുന്നതല്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. അധ്യാപകർ ഒരു വകുപ്പ് എന്ന നിലയിൽ ചില ഡിസിപ്ലിനുകൾ പാലിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അവരവരുടെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നത് ശരിയല്ലെന്നും ഇതെല്ലാം വിമർശനങ്ങൾക്ക് ഇടയാക്കിയെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിൽ ഇതുപോലുള്ള പല പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ട്. അതിന് അംഗീകൃതമായൊരു കലണ്ടറുമുണ്ട്, അംഗീകരിച്ച പ്രവർത്തികളുമുണ്ട്, കലണ്ടറുമുണ്ട്. ഈ പറഞ്ഞ ക്വിസ് കോമ്പറ്റീഷൻ ഇതിലൊന്നും പെടുന്നതല്ല. ഇത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായി സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഏത് പ്രവൃത്തിയായാലും നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരാണ്, അധ്യാപകരാണ്. അവിടെ പാലിക്കേണ്ട ചില ഡിസിപ്ലിനുണ്ട്. അതൊന്നും പാലിക്കാതെ തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ അതിലങ്ങനെയുള്ള ചില അച്ചടക്ക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്നുള്ളതും വ്യക്തമാണ്. വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ലെന്നാണ് CMBയുടെ നിലപാടെന്ന് മന്ത്രി CP ജോൺ. മുൻപ് AICC തീരുമാനിച്ച അത്രയും ഭാഗം ആലപിച്ചാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കല്ല. വന്ദേ മാതരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേശീയ ഗീതമാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസയിൽ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ 19ാം നൂറ്റാണ്ടിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെയുള്ള സന്ദർഭങ്ങളിലുള്ളതില്ലേ, അതിലൊരു ഭക്തിഗാനത്തിൻ്റെ സ്വരമുണ്ട്. ഭക്തിഗാനങ്ങളും മോശമൊന്നുമല്ല. നമ്മുടെ എത്രയോ ഭക്തിഗാനങ്ങൾ പിന്നെ എന്താ പറയുക, നിരീശ്വരവാദികൾ പോലും വളരെയധികം ആസ്വദിക്കുകയും നിരവധി ഭക്തിഗാനങ്ങൾ എഴുതിയത് വയലാറിനെ പോലുള്ള നാസ്തികരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഭക്തിഗാനങ്ങളോട് അലർജിയൊന്നുമില്ല. പക്ഷേ അതൊരു സെക്കുലർ സ്റ്റേറ്റിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ കാര്യങ്ങൾ ആലപിക്കുന്നതിൽ ഒരു തെറ്റുണ്ട് എന്നുള്ളതുകൊണ്ട് ഗാന്ധി, നെഹ്റു അടക്കമുള്ള ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് വന്ദേ മാതരത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇത്ര സ്റ്റാൻസിയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ BJP എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനൊക്കെ ഇങ്ങനെ പിൻപ്രിക്ക് ചെയ്യുകയാണ്. അതിൽ മുഴുവൻ പാടണമെന്ന് പറയുക, അപ്പോൾ അതിനെ പാടിക്കാനുള്ള സംവിധാനം ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കണ്ണൂരിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. ചൊക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ലേഖയാണ് മരിച്ചത്. പഞ്ചായത്ത് യോഗത്തിനെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ട്രാൻസ്ഫർ ഓർഡർ വന്നതിന് പിന്നാലെയാണ് സംഭവം. സ്ഥലം മാറ്റത്തിൽ മനോവിഷമം പഞ്ചായത്ത് പ്രസിഡന്റിനോട് ദീപ ലേഖ പറഞ്ഞതായാണ് വിവരം. കോഴിക്കോട് മേപ്പയിൽ സ്വദേശിയാണ് ദീപ. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജില്ലാ കളക്ടറുടെ പ്രതിനിധി സംഘം പരിശോധന നടത്തി. താമരശ്ശേരി തഹസിൽദാറും റവന്യൂ സംഘവും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും ജില്ലാ ശുചിത്വ മിഷനും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന. കേസിൽ തീർപ്പ് ഉണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കില്ലെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പിറമാടം പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 22 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആളുകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. തർക്കം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ഇരുവിഭാഗവുമായി ചർച്ച നടത്തും.
സെന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലെ 22 പേർക്കെതിരെ രാമമംഗലം പോലീസ് കേസെടുത്തു. വൈദികർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. യാക്കോബായ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന പള്ളിയിലേക്ക് കോടതി ഉത്തരവുമായി പ്രാർത്ഥന നടത്താൻ ഓർത്തഡോക്സ് വൈദികരും വിശ്വാസികളും എത്തിയതാണ് സംഘർഷത്തിന് കാരണമായത്. അൾത്താരയ്ക്ക് മുൻപിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. ഇതോടെ പള്ളിയുടെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു. ഓർത്തഡോക്സ് വിഭാഗത്തിലെ 12 പേർക്കെതിരെയും യാക്കോബായ വിഭാഗത്തിലെ 10 പേർക്കെതിരെയുമാണ് കേസ്. വൈദികരടക്കമുള്ള പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തടഞ്ഞുവെക്കൽ, അസഭ്യം പറയൽ, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതേസമയം ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ ഇന്നലെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. വന്ദേ മാതര ആലാപനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് യാതൊരു ആശയക്കുഴപ്പവുമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇതിൽ ഉത്തരവിറക്കിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്താൻ ആർജവമുള്ള സർക്കാരാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ കൺസേൺഡ് വകുപ്പ് കൊടുത്തു കഴിഞ്ഞു. മന്ത്രി തന്നെ പറഞ്ഞു അതിലൊരു അസ്വസ്ഥതയോ അസ്വാഭാവികതയോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കുറവോ നിലനിൽക്കുന്നില്ല. അതിൽ ഗവർണറുടെ ഓഫീസ് അവരുടെ അഭിപ്രായം പറഞ്ഞു, മന്ത്രിമാർ അവരുടെ അഭിപ്രായം പറഞ്ഞു, ഗവൺമെൻറ് ഒപ്പീനിയനും പറഞ്ഞു. വളരെ ക്ലിയറാണ് സ്റ്റാൻഡ്. ഉത്തരവുകൾ എവിടെയെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ അത് തിരുത്താൻ കപ്പാസിറ്റിയുള്ള ഗവൺമെൻറ് ആണല്ലോ, തർക്കമില്ല. സർക്കാരിൻ്റെ നയത്തിനും വീക്ഷണത്തിനും അനുസരിച്ചല്ലാതെ പോകുന്നതായ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ ഗവൺമെൻറ് കീഴിൽ വാഴില്ല. CBSE തായ്ക്കൊണ്ട സൗത്ത് സോൺ മത്സരത്തിൽ പങ്കെടുത്ത +2 വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതര പരിക്ക്. തൃശൂർ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലാലിനാണ് പരിക്കേറ്റത്. തലച്ചോറിന് പരിക്ക് പറ്റിയ വിദ്യാർത്ഥി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എതിർ മത്സരാർത്ഥി നിയമങ്ങൾ പാലിക്കാതെ മർദ്ദിച്ചെന്ന് ഫൈസിന്റെ കുടുംബം ആരോപിച്ചു. റഫറി കൃത്യമായി ഇടപെട്ടിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. CBSE ചെയർമാന് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കുടുംബം അറിയിച്ചു. കഴിഞ്ഞയാഴ്ചയിൽ മഹാരാഷ്ട്രയിൽ ചന്ദ്രപൂരിൽ വെച്ചാണ് മത്സരം നടന്നത്. പരിക്കേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില പിടിച്ചു നിർത്തിയിരുന്ന കർഷക വിപണികൾ പ്രതിസന്ധിയിൽ. വന്യമൃഗ ശല്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കർഷകർ പച്ചക്കറി കൃഷിയിൽ നിന്നും പിൻവാങ്ങിയതാണ് VFPCKയുടെ കർഷക വിപണികൾക്ക് തിരിച്ചടിയായത്. ഇത് ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില കുതിച്ചുയരാൻ കാരണമാകുന്നു. ഒരു കാലത്ത് കാർഷിക കേരളത്തിന്റെ നട്ടെല്ലായിരുന്നു കർഷക വിപണികൾ. എന്നാൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികളിൽ നിന്ന് കർഷകർ പിൻവാങ്ങിയതോടെ ഇപ്പോൾ വിപണികളും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. 55 രൂപ, 55 രൂപ, 55 രൂപ, 55 രൂപ, 55 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ 3 തരം പ്രതിവാരം. ഇടുക്കി ജില്ലയിൽ കാന്തന്നൂർ, വട്ടവട ഉൾപ്പെടെ 19 കേന്ദ്രങ്ങളിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള കർഷക വിപണികൾ ഉള്ളത്. ഏത്തയ്ക്ക, ചെറുവാഴക്കുലകൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം കർഷകർക്ക് നേരിട്ട് വിപണിയിലെത്തിച്ച് വിൽക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഓണക്കാലത്ത് പോലും വിപണികളിലേക്ക് പച്ചക്കറികൾ എത്തുന്നില്ല. നേന്ത്രക്കായ മാത്രമാണ് പലയിടത്തുമുള്ളത്. ഓണമൊക്കെ ആയിട്ട് ഉൽപ്പന്നങ്ങൾ ഏത്തക്കൊലയിൽ നിന്ന് മാറുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാർഷിക മേഖല വളരെ പുറകോട്ടാണ്. കാരണം കർഷകർ ഈ പച്ചക്കറി, പാവല, പയറൊക്കെ ഇവിടെ 10-30 ടണ്ണ് വന്നുകൊണ്ടിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം കൃഷി പരാജയമായതിൻ്റെ പേരിൽ പുറകോട്ട് മാറി. തന്നെയല്ല, നമ്മുടെ ഇടുക്കിയിലെ സംബന്ധിച്ചിടത്തോളം ഏലകൃഷി വളരെ വ്യാപകമായി ആ രീതിയിലേക്ക് കർഷകർ മാറിക്കഴിഞ്ഞു. പല കർഷക വിപണികളിലും ഒരു സാമ്പത്തിക വർഷത്തിൽ 4 കോടി രൂപയുടെ വരെ പഴം, പച്ചക്കറികൾ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് വാർഷിക വിറ്റുവരവ് 25 ലക്ഷത്തിൽ താഴെയായി. ജീവനക്കാരുടെ കുറവും VFPCKയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു. കർഷക വിപണികളുടെ തകർച്ച ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് വില കുതിച്ചുയരാൻ കാരണമാക്കും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഒഴുക്കിൽപ്പെട്ട 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ നേതൃത്വം നൽകിയ ഒരു +2 വിദ്യാർത്ഥിയുണ്ട് കോട്ടയത്ത്. ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശി ആരുഷ് S. നായർ എന്ന 17 വയസ്സുകാരൻ കഴിഞ്ഞയാഴ്ച മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ സഹോദരി പുത്രിക്കുമാണ് ആരുഷ് രക്ഷകനായത്. August
ഓഗസ്റ്റ് 2 ഞായറാഴ്ചയായിരുന്നു സംഭവം. രാവിലെ ആരുഷ് തൻ്റെ വീട്ടിലിരിക്കുമ്പോഴാണ് മീനച്ചിലാറ്റിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ടു എന്നറിയിച്ച് ആരുഷിൻ്റെ അമ്മ പ്രീതകുമാരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. പ്രദേശവാസിയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനുമായ രാജേഷും അദ്ദേഹത്തിൻ്റെ സഹോദരിപുത്രിയുമാണ് അവരുടെ തറവാട്ട് വീട്ടിലേക്ക് വള്ളത്തിൽ പോകുമ്പോൾ ഒഴുക്കിൽപ്പെട്ടത്. ഈ ഭാഗത്തെ തണലോരം വിശ്രമകേന്ദ്രത്തിൽ ബോട്ട് ഓടിക്കാറുള്ള ആരുഷ് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് ഓടി. ആറ്റുതീരത്തുണ്ടായിരുന്ന ചെറുവള്ളത്തിൽ തൻ്റെ ബോട്ടിന് അടുത്തെത്തിയപ്പോഴേക്കും ആരുഷിൻ്റെ അച്ഛൻ ലിനീഷും മറ്റ് 2-3 പേരും കൂടി എത്തിയിരുന്നു. നമ്മൾ 5 പേരാണ് ഈ ബോട്ടിൽ പോയത്, ഞാൻ ഉൾപ്പെടെ 5 പേര്. അപ്പത്തനും അവിടെ ആയിട്ട് പോലെ എത്തിയപ്പോഴത്തേനും നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആദ്യം അച്ഛനും പിന്നെ അപ്പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലും കൂടെ 2 പേരും കൂടെ ചാടി. ആദ്യം ചേച്ചി ലൈഫ് സ്റ്റാക്ക് ചിരിപ്പിച്ചതിന് ശേഷം ചേച്ചിയെ കൂടെ വെള്ളത്തെ കയറ്റിയിട്ട് പുറകെ അച്ഛനെ കയറ്റുമായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഇതുവഴി തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമായിരുന്നു അവർ ചെയ്തത്. ഈ ബോട്ട് നല്ല സ്പീഡിൽ കൊടുത്തിട്ട് തന്നെ ഭയങ്കര കയറിപ്പോകാനൊക്കെ പാടായിരുന്നു. ശക്തമായ മഴവെള്ളപ്പാച്ചിലിലും ആരുഷ് ധൈര്യത്തോടെ ബോട്ട് നിയന്ത്രിച്ചു നിർത്തി. ഒപ്പമുണ്ടായിരുന്നവർ വെള്ളത്തിൽ വീണ 2 പേരെയും സാഹസികമായി രക്ഷപ്പെടുത്തി. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി വന്നിട്ട് ഇത്രയും വെള്ളത്തിൽ നിൽക്കും, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ബോട്ടിൻ്റെ കയറിട്ട് തരുന്നു, കയറെ പിടിക്കുന്നു, ബോട്ട് അടുപ്പിക്കാൻ നോക്കുന്നു. ഭയങ്കര ഒഴുക്ക്. ആ ഒഴുക്കത്ത് ഇവരെ പിടിച്ച് കയറ്റാനുള്ള വെപ്രളത്തിൽ 2 പേര് ഇദ്ദേഹത്തിൻ്റെ തോളെ നിൽക്കുക. ഇവരെ 2 പേര് ഓൾറെഡി ബോട്ടെ കയറ്റാൻ പറ്റും. 2 പേരുടെ ജീവൻ രക്ഷിക്കാനായി മകനെ പറഞ്ഞയക്കുമ്പോൾ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണെന്ന് പ്രീതാകുമാരിയും ഓർത്തിരുന്നില്ല. ആ ഒഴുക്കത്ത് ബോട്ട് ഓടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി റിസ്ക്കുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചെന്നിട്ടാണ് അവിടെ ചെന്നിട്ട് പിന്നെ ബോട്ട് നിർത്തിയാണ് ഇവരെ. അപ്പോൾ നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ, ഇവരെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഇരുന്നാൽ പോലും കാണത്തില്ല, ആ സൈഡിലായതുകൊണ്ടേ ഒച്ച മാത്രമേ നമുക്ക് കേൾക്കുന്നുള്ളൂ. പെങ്കൊച്ചിൻ്റെ നിലവിളി കേട്ടെന്ന. രക്ഷാപ്രവർത്തനത്തിന് ആരുഷ് മുൻപേ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് മറ്റുള്ളവർ ഒപ്പം കൂടിയത്. ഇവർ എത്താൻ അല്പം വൈകിയിരുന്നെങ്കിൽ 2 വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാകുമായിരുന്നു. മാത്രമല്ല ആറ്റിലെ കുത്തൊഴുക്കിലും ധൈര്യം വിടാതെ ആരുഷ് ബോട്ട് നിയന്ത്രിച്ച് നിർത്തിയതുകൊണ്ട് മാത്രമാണ് 2 ജീവനുകളും രക്ഷിക്കാനായത്. കോട്ടയം കുമാരനെല്ലൂർ ദേവിവിലാസം സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ആരുഷിന് ഇപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം അഭിനന്ദന പ്രവാഹമാണ്. അമൃത ന്യൂസ്, കോട്ടയം.